കുവൈറ്റ് തീരത്ത് സ്ഫോടനം. മുബാരക് അൽ ഖബീറിന് 30 നോട്ടിക്കൽ മൈൽ ദൂരെയാണ് കപ്പലിൽ സ്ഫോടനമുണ്ടായത്. ചരക്കു കപ്പലിൽ നിന്നുള്ള എണ്ണ കടലിൽ പരന്നു. കപ്പലിലേക്ക് വെള്ളം കയറുന്നതായും റിപ്പോർട്ടുണ്ട്. കപ്പലിലുള്ളവർ സുരക്ഷിതരാണ്. ദോഹയിലെ US എംബസിക്ക് അടുത്ത് താമസിക്കുന്നവരെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം താൽക്കാലിക സുരക്ഷാ നടപടികളുടെ ഭാഗമാണിതെന്ന് അധികൃതർ പറഞ്ഞു. ഒഴിപ്പിക്കുന്നവർക്ക് താമസ സൗകര്യം ഒരുക്കും. അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുന്നതിനിടെ ഗൾഫ് രാജ്യങ്ങളോട് സന്ധി സംഭാഷണത്തിനൊരുങ്ങി ഇറാൻ. ഗൾഫ് രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കുന്നുവെന്നും അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിന് മുന്നിൽ മറ്റു വഴികൾ ഇല്ലായിരുന്നുവെന്നും ഇറാൻ പറഞ്ഞു. മേഖലയുടെ സ്ഥിരതയ്ക്കായി ഒന്നിച്ചു നിൽക്കാമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വിവിധ ഗൾഫ് രാജ്യങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ഇറാന്റെ ആക്രമണത്തിൽ വലിയ രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്. എങ്കിലും GCC രാജ്യങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം ഇറാൻ ഇപ്പോഴും തുടരുകയാണ്. സൗദി അറേബ്യയിലെ അരാംകോയ്ക്ക് കീഴിലെ റിഫൈനറിക്ക് നേരെ വീണ്ടും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. റാസ് തനൂര റിഫൈനറിക്ക് നേരെ ഇറാൻ നടത്തുന്ന രണ്ടാമത്തെ ആക്രമണമാണിത്. കുവൈറ്റിൽ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് ഇറാൻ സ്വദേശിയായ 11-കാരിക്ക് ജീവൻ നഷ്ടമായിരുന്നു. കുടുംബത്തിലെ 4 പേർ ചികിത്സയിലാണ്. ദുബായ് US കോൺസുലേറ്റിന് സമീപവും കഴിഞ്ഞ ദിവസം രാത്രി ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ആക്രമണത്തെ ശക്തമായി UAEയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ചെറുത്തു. അതേസമയം സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അബുദാബിയിലെ US എംബസിയും ദുബായിലെ US കോൺസുലേറ്റും അടച്ചു. അതേസമയം ശ്രീലങ്കൻ തീരത്തെ കപ്പൽ മുക്കിയത് US-ന് ഭീഷണിയായതിനാലാണെന്ന് റിട്ടയർ ജനറൽ മാർക്ക് കിമിറ്റ് അവകാശപ്പെട്ടു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തിയ ടോർപിഡോ ആക്രമണത്തിലാണ് ഇറാനിയൻ നാവികസേനയുടെ കപ്പൽ തകർത്തത്. 87 നാവികർ കൊല്ലപ്പെട്ടു എന്നാണ് ലഭ്യമാകുന്ന വിവരം. 32ഓളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ തുറമുഖങ്ങൾ ആക്രമണത്തിന് ഉപയോഗിച്ചിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ പോരാട്ടം തെല്ലൊന്നടങ്ങിയെങ്കിലും ഇനിയും വലിയ രീതിയിലുള്ള ആക്രമണത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ രണ്ടും കൽപ്പിച്ച് മുന്നിട്ടിറങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും പ്രതീക്ഷിക്കുന്നത്. അമേരിക്ക സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലും അമേരിക്കയ്ക്കൊപ്പം തന്നെയുണ്ട്. ഈ ഒരു സംഘർഷം വലിയ രീതിയിൽ മുന്നോട്ട് പോകാതിരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തണമെന്നും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ലോകരാജ്യങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഗൾഫ് മേഖലയിലടക്കം കഴിഞ്ഞ ദിവസം ഇറാന്റെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ നിന്നും ഇറാനിലേക്കുള്ള മടക്കയാത്രയിലാണ് ബുധനാഴ്ച പുലർച്ചെ കപ്പൽ ആക്രമിക്കപ്പെടുന്നത്. ശ്രീലങ്കയുടെ തെക്കൻ മേഖലയായ ഗാലയിൽ നിന്നും 40 നോട്ടിക്കൽ മൈൽ അകലെയുള്ള സഞ്ചാരപാതയിലാണ് സംഭവം. ഇത് ശ്രീലങ്കയുടെ സമുദ്രാതിർത്തിക്ക് തൊട്ടടുത്താണ്.